ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ബിൻസി സോമേഡ്. അപ്പോൾ ഇന്ന് നമ്മൾ റവ കൊണ്ട് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുപോലെ ഒരുപാട് ഓയിലൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരം കൂടിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഈ പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു സവാള. ഇതൊരു മീഡിയം സൈസ് സവാളയാണ് ചെറുതായി അരിഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ ചേർക്കാനുള്ളത് ക്യാപ്സിക്കമാണ്. നിങ്ങൾക്ക് ഏത് കളറിലുള്ള ക്യാപ്സിക്കം വേണമെങ്കിലും എടുക്കാം. ഞാനിതിപ്പോൾ ഒരു 1/4 ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ വേണ്ടത് ക്യാരറ്റാണ്. ഞാനിവിടെ ചെറിയ ക്യാരറ്റ് ആയതുകൊണ്ട് 2 എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 1 മതിയാവും. അതും ഞാനിതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. പിന്നെ ഈ പച്ചക്കറി എല്ലാം ഒരുപാട് വഴറ്റിയെടുക്കൊന്നും വേണ്ട, ചെറുതായിട്ട് അതിൻ്റെ പച്ചപ്പൊന്ന് വിട്ട് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് റവയാണ്. ഞാനിപ്പോൾ 1 കപ്പ് റവയാണ് അളന്ന് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ വറുക്കാത്ത റവ ആയതുകൊണ്ട് ഞാനിപ്പോൾ ഈ പാനിൽ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വറുത്ത റവ വെച്ചിട്ടും ഉണ്ടാക്കി നോക്കാം. ഇപ്പോൾ ഞാൻ ഈ റവ വറുത്തെടുക്കാനായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇപ്പോൾ റവ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് ചൂടാറാനായിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർത്ത് ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഞാനിപ്പോൾ ഇതിൽ വെളുത്തുള്ളിയൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളിയും കൂടി ചേർക്കാം. പിന്നെ വേണ്ടത് മല്ലിയിലയാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ ഇല മാത്രമേ എടുത്തിട്ടുള്ളൂ, ആ തണ്ട് പോലെയുള്ള ഭാഗമൊന്നും എടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ റവ വറുത്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തതാണ്. പിന്നെ നമ്മൾ സ്റ്റവ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വറുത്ത റവ വെച്ചിട്ടാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പച്ചക്കറിയൊക്കെ വെന്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഈ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് 1/2 കപ്പ് തൈരാണ്. ഞാനിപ്പോൾ അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ പുളിയുള്ള തൈരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പൊക്കെ ചേർത്താൽ മതി കേട്ടോ. തൈരും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം കൂടി ഞാൻ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കണില്ല, കുറേശ്ശെയായിട്ട് മാത്രമേ ചേർത്ത് കൊടുക്കണുള്ളൂ. കാരണം നമ്മൾ വെള്ളം ഒഴിക്കുന്നതിനനുസരിച്ച് തന്നെ റവയിൽ ഈ വെള്ളം നല്ലപോലെ പിടിച്ച് കിട്ടും. അപ്പോൾ അതിന് ശേഷം അത് നോക്കിയിട്ട് വേണം നമ്മൾ ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ റവയിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഏകദേശം 3/4 കപ്പോളം വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു 15 മിനിറ്റ് ഇത് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് റവ ഒന്നും കൂടി നന്നായി കുതിർന്ന് കിട്ടും. ഇപ്പോൾ ഇതാ 15 മിനിറ്റിന് ശേഷം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ റവ ഒന്നും കൂടി വെള്ളം വലിച്ചെടുത്ത് ചെറുതായിട്ടൊന്ന് കട്ടിയായി പോലെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഒരുപാട് ലൂസാക്കിയിട്ടൊന്നല്ല എടുക്കേണ്ടത്. ഇത് ഒരുപാട് കട്ടിയാവാനും പാടില്ല, അതുപോലെ ഒട്ടും തന്നെ ലൂസാവാനും പാടില്ല. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നിങ്ങളിത് തയ്യാറാക്കാനായിട്ട്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബേക്കിംഗ് സോഡ ഇതിൽ മുഴുവനായിട്ട് ഒരുപോലെ ചേരുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. എന്നാലേ നമ്മളിത് ഉണ്ടാക്കി കഴിയുമ്പോൾ എല്ലാം ഒരുപോലെ പൊങ്ങി വരുള്ളൂ. ഇനി ഞാനിത് ഉണ്ടാക്കാനായിട്ട് ഒരു കുഴിയപ്പച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഉണ്ടാക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ എല്ലാ കുഴിയിലേക്കും കൂടി ഒഴിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ആകെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രമേ വേണ്ടി വരുള്ളൂ. അപ്പോൾ ഓയിൽ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് തേച്ച് കൊടുക്കണം. ഇത് പാത്രം നന്നായി ചൂടായി കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടിട്ട് ഓരോ കുഴിയിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് ഈ മാവ് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് ഓയിൽ മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അല്ലാതെ സാധാരണ നമ്മൾ കുഴിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പോലെ ചട്ടി നിറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ കുറേ വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ടുള്ള കാരണം തന്നെ നല്ല ഹെൽത്തിയുമായിരിക്കും. ഇനി ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് വെന്ത് വരാനായിട്ട് ഒന്ന് മൂടി വെക്കണം. നമ്മൾ അധികം വെളിച്ചെണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ലല്ലോ, അത് കാരണം കൊണ്ട് ഉൾഭാഗം വേവണമെങ്കിൽ മൂടി വെച്ചാലേ പറ്റുള്ളൂ. ഇത് വെന്ത് തുടങ്ങുന്നതിനനുസരിച്ച് ചെറുതായിട്ടൊരു കളറ് ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കിത് തുറന്നിട്ട് മറിച്ചിടാം. ഇപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്, ചെറിയൊരു കളർ ചേഞ്ചൊക്കെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുള്ള കാരണം കൊണ്ട് ചെറിയതായിട്ട് ഇതൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് വീണ്ടും 1 മിനിറ്റ് നേരത്തേക്കും കൂടി ഒന്ന് മൂടി വയ്ക്കാം.
പിന്നെ ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ചൂട് കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും, ഉൾഭാഗത്തൊന്നും വെന്തിട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ റവ കൊണ്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.